ചെമ്പനീർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയുടെയും സുധിയുടെയും ജീവിതത്തിലോട്ട് ഏറ്റവും വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ സങ്കടം നിറഞ്ഞ ദിവസങ്ങളും വരാൻ പോവാണ്. അപ്പോൾ ആ ദിവസങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു ദിവസം ആനന്ദ് സുധിയുടെ ഷോറൂമിലോട്ട് വരുവാണേ. എന്നിട്ട് സുധീനോട് പറയുന്നുണ്ട്, എടാ സുധി, ഞാൻ ഡെയിലി വാക്കിങ്ങിന് പോകുമ്പോൾ ഒരാളെ കാണാറുണ്ട്. നല്ല കോടീശ്വരനാ, പുറത്തൊക്കെ ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരാളാ. അയാളായിട്ട് ഞാനിപ്പോൾ നല്ല കമ്പനിയാ. അപ്പോൾ അയാളുടെ വർത്താനത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അയാളുടെ 5 കോടി രൂപ വിലയുള്ളൊരു വീട് അയാളെ വിൽക്കാനിട്ടിരിക്കുക, അതും 3 കോടി രൂപക്കെന്ന് പറയുവാണ്. അപ്പോൾ സുധി പറയും, നീ ഇതെന്തിനാനന്ദി എന്നോട് പറയുന്നത്? അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, എടാ സുധി, നീ ആ ബംഗ്ലാവ് മേടിക്കടാ, എന്തൊരു ലാഭം, 5 കോടിയുടെ, അതും ബീച്ചിന്റെ സൈഡ്, അടിപൊളി ബംഗ്ലാവ്, നീ അത് മേടിക്കണം എന്നൊക്കെ സുധീനോട് പറയുവാണ്. അപ്പോൾ ശ്രുതി ഇത് കേട്ടോണ്ട് വരുന്നുണ്ടേ. അപ്പോൾ സുധി ശ്രുതിനോട് ഈ കാര്യം പറയുന്നുണ്ട്. ശ്രുതി പറയും, വീട് മേടിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇതിത്തിരി കൂടുതലല്ലേ, ഇത്രയും പൈസയൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, ഇത്രയും കാശ് ഒറ്റയടിയൊന്നും കൊടുക്കണ്ട, അഡ്വാൻസ് മാത്രം ഇപ്പം കൊടുത്തിട്ടിട്ട് ബുക്ക് ചെയ്തിട്ടോ നിങ്ങൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ വീട് തട്ടിക്കൊണ്ട് പോവേ, ഞാനതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോണിലുള്ള ആ വീടിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. ശ്രുതിക്കും ഭയങ്കര ഇഷ്ടവുമാണ് ആ വീട്, കാരണം അത്രക്ക് അടിപൊളി വലിയ വീടാണ്. ആനന്ദ് പറയുന്നുണ്ട്, അഡ്വാൻസ് നിങ്ങളിപ്പോൾ കൊടുത്തോ, ബാക്കി പൈസയ്ക്ക് നമുക്ക് ലോൺ അടക്കാലോ, ഇതങ്ങനെ കൈവിട്ട് കളയല്ലേ ശ്രുതി എന്നൊക്കെ ആനന്ദ് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഇവരത് മേടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടൊക്കെയാണ് ശ്രുതിയും പോകുന്നത്. അപ്പോൾ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതെ, അഭിലാഷ് സാറിന്റെ പ്രോഡക്റ്റ് എന്നെ ഏൽപ്പിച്ചായിരുന്നില്ലേ, അത് നല്ലോണം സെയിലാവുന്നുണ്ട്, എനിക്ക് 10 ലക്ഷം രൂപയാ അഭിലാഷ് സാറ് തന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണ് തള്ളുവാണേ. പിന്നെ തീർന്നു, ശ്രുതിയെ പറ്റി അങ്ങോട്ട് പുകഴ്ത്തൽ തുടങ്ങുവാണ്. ഇവനിന്റെ പേര് വാനോളം മുകഴ്ത്തും, 4 ആളുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനുള്ളതൊക്കെ എനിക്ക് ശ്രുതി ഉണ്ടാക്കി തരും, ഇവന്റെ ജാതകത്തിൽ അങ്ങനെയാ എഴുതിയിട്ടിരിക്കുന്നത്, ഇനി ശ്രുതിക്ക് രാജയോഗമാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒരുപാടിട്ട് പുകഴ്ത്തുന്നുണ്ട്. സച്ചി അതിനൊക്കെ കൗണ്ടർ അടിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ചന്ദ്രയും മൈൻഡ് ചെയ്യുന്നില്ല. അവർ നല്ല സന്തോഷത്തിലാണ്, കാരണം 10 ലക്ഷം രൂപ നിസ്സാര പൈസയെന്നല്ലോ. ശ്രുതി പറയും, അമ്മക്ക് ഇനിയും സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി കയ്യിലുള്ളൊരു ബോക്സ് തുറന്ന് ചന്ദ്രയുടെ മുമ്പിൽ കാണിക്കുവാണേ. നോക്കുമ്പോൾ 2 സ്വർണ്ണവള. ചന്ദ്രയുടെ കണ്ണ് ഒന്നുകൂടെ തള്ളുവാണ്. ഒരുപാട് സന്തോഷാവുന്നുണ്ട് ചന്ദ്രക്ക്. ശ്രുതി അത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, എൻ്റെ അളവിനൊത്ത വള, എനിക്ക് പണ്ട് എൻ്റെ അച്ഛനാണ് ഇതുപോലെ സ്വർണ്ണങ്ങൾ മേടിച്ചു തന്നിരിക്കുന്നത്, അതിനുശേഷം ആരും മേടിച്ചു തന്നിട്ടില്ല, ഇപ്പോൾ നിങ്ങളാണ് എനിക്ക് മേടിച്ചു തരുന്നത്, അതും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലത്തെ വള, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ അച്ഛനൊന്നും മേടിച്ചില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അച്ഛന് ഡ്രസ്സും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിലും അടുത്ത കാര്യം അവതരിപ്പിക്കുവാണ്, അച്ഛാ വേറൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, അതെന്താടാന്ന് ചോദിക്കുവാണ്. അച്ഛാ, ബീച്ചിന്റെ സൈഡിൽ അടിപൊളി ബംഗ്ലാവ് വിൽക്കാനിട്ടിരിക്കുക, ഞങ്ങളത് മേടിക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഒന്നുകൂടെ സന്തോഷവും, ബീച്ചിന്റെ സൈഡിലെ ബംഗ്ലാവോ, എൻ്റെ സുധി. അപ്പോഴേക്കും സച്ചി പറയും, ഓ, ബംഗ്ലാവ് മേടിക്കുന്നതൊക്കെ വീട് മേടിക്കുന്നതൊക്കെ നല്ല കാര്യമാടാ, ഏതായാലും നീ കുറച്ച് ഉത്തരവാദിത്തത്തോടെയൊക്കെ കാശൊക്കെ ചെലവാക്കാൻ തുടങ്ങിയല്ലോ, ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സുധി, വീട് മേടിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ആവശ്യമില്ലാത്ത കടബാധ്യത ഒന്നും ഉണ്ടാക്കി വെക്കല്ലേ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛാ കടബാധ്യത ഒന്നും ഉണ്ടാക്കി വെക്കില്ല, എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ആ വീട് ഞങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുവാണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോയി കാണാം എന്നൊക്കെ രവീന്ദ്രനോട് പറയുവാണ്. ചന്ദ്ര എന്തോ സ്വർഗത്തിലെന്ന പോലെയാണേ ശ്രുതിയെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ രേവതിക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ്റെ കാരണം സച്ചിനോട് പറയുന്നുണ്ട്, സച്ചേട്ടാ, ശ്രുതിയും വീട് മാറി പോകുമ്പോൾ അമ്മയും എന്തായാലും കൂടെ പോകും, കാരണം അമ്മയെയും അമ്മക്ക് ശ്രുതിയെയും ഭയങ്കര ഇഷ്ടമാണ്, അമ്മ പോയ ആ കൂട്ടത്തിൽ അച്ഛനും പോവത്തില്ലേ, ഇത്രയും നാൾ ഒന്നായിട്ടിരുന്ന കുടുംബമൊക്കെ വെവ്വേറെയായിട്ട് മാറാൻ പോവല്ലേ, അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവുന്നു, അച്ഛൻ എപ്പോഴും പറയില്ലേ, അച്ഛൻ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന്, അതൊക്കെ നടക്കൂലല്ലോ സച്ചേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരിയാണല്ലോ, ഇത്രയും ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ഇപ്പം തന്നെ പോയി സുധീനോട് ആ ബംഗ്ലാവ് മേടിക്കണ്ടെന്ന് പറയാൻ പോവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട, സച്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരോർക്കും സച്ചേട്ടൻ അവർ വീട് മേടിക്കുന്നതിനുള്ള അസൂയ കൊണ്ട് പറയുന്നതാണെന്ന്, ചിലപ്പോൾ നടക്കുന്നതിനെല്ലാം ഒരു നല്ലതുണ്ടാവും പുറകില്, എന്താ നടക്കുന്നത് നമുക്ക് വരുന്ന വഴിക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. എന്തായാലും സച്ചേട്ടനായിട്ട് അവരുടെ പ്ലാൻ ഒന്നും മുടക്കണ്ടെന്നും രേവതി പറയുന്നുണ്ടേ.
പിന്നെ കാണിക്കുന്നത് സുധിയും ശ്രുതിയും കൂടി ആനന്ദിന്റെ കൂടെ ആ ബംഗ്ലാവ് കാണാൻ വേണ്ടി പോവാണ്. ബംഗ്ലാവ് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ സുധിയുടെ കണ്ണൊക്കെ തള്ളുവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓണറും ഓണറിന്റെ ഭാര്യയൊക്കെ ഉണ്ടാവും. അവർ വന്നിട്ട് സുധിയും ശ്രുതിയൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഈ ബംഗ്ലാവ് വിൽക്കാനുള്ള സാഹചര്യവും പറയുന്നുണ്ട്. അവർക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട്, അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇനി അവർ അവിടെ തന്നെ സെറ്റിൽ ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വീട് അങ്ങനെ വിറ്റിട്ട് പോവാമെന്ന് ഓർത്തു. വിൽക്കുന്നത് വെറുതെ ഒരാൾക്ക് വിൽക്കരുത്, നല്ല ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല ഡെവലപ്മെന്റ് ആയിട്ട് ഒരു യങ് ഐക്കണിനെ തന്നെ വിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ആനന്ദ് തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് വീടൊക്കെ അകത്ത് കയറി കാണാൻ പറയുമ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും അകത്ത് പോയി ഓടിയൊക്കെ നോക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് പിന്നെ അഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് 5 കോടി രൂപയുടെ വീടാണ് 3 കോടി രൂപക്കാണ് തരാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, അതെന്തിനാ 3 കോടി രൂപ നിങ്ങൾക്ക് നഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ മേടിച്ചപ്പോൾ 2 കോടിയായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് 3 കോടിക്കാണ്. ഞങ്ങൾക്ക് ലാഭവും നഷ്ടമൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, ഞങ്ങൾക്ക് പൈസയൊന്നും മുഖ്യമല്ല, നല്ലൊരാൾക്ക് ഈ വീട് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് കൊടുക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയുവാണ് അവർ. 3 കോടി ഞങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പെട്ടെന്ന് അത്രയും കാശ് ഞങ്ങൾക്ക് എടുക്കാനുണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, എന്നാൽ 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് അഡ്വാൻസ് ആയാലും തന്നാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയും, അഡ്വാൻസ് കൊടുത്ത് ലോക്ക് ചെയ്തിട്ട് ഒരുപാട് പേര് ഈ വീട് നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. അങ്ങനെ വരുമ്പോഴേക്കും വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ശ്രുതിയും എന്നാൽ ശരി 50 ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസ് തരാം. എന്നിട്ട് ഇവർ കുറേ പേപ്പേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്, വീടിൻ്റെ പേപ്പേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവർ നല്ല ഒന്നാം തരം ഫ്രോഡാണ്. പക്ഷേ ഇത് ശ്രുതിയും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ പേപ്പേഴ്സിലൊക്കെ ഇവർ വിശ്വസിക്കുവാണ്. 50 ലക്ഷം രൂപ റെഡിയാക്കിയിട്ട് പറയാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, 50 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം നിങ്ങൾ 3 കോടി രൂപ തന്നാൽ മതി, അതുവരെ ഈ വീട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട് പോലെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുവാണ്. കാരണം 6 മാസം പൂട്ടിയിടാനൊന്നും ഈ വീട് പറ്റത്തില്ല. എപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ഞങ്ങൾക്ക് തരുന്നു അപ്പോൾ താക്കൂലി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും, നിങ്ങളുടെ വീട്ടുകാർക്ക് വരെ ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ ഇവർ പറയുമ്പോഴേക്കും ഇവരുടെ വാക്കുകളിൽ ശ്രുതിയും വീണുപോവാണ്. ശ്രുതിയും ഒരുപാട് സന്തോഷത്തിലാണ്. ആനന്ദിന് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇവർ പോയി കഴിയുമ്പോഴേക്കും ആ വീടിൻ്റെ ഓണർ എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവില്ലേ, അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഇവരെ നോക്കി കളിയാക്കി ചിരിക്കുവാണേ. നമുക്ക് ഇവർ അഡ്വാൻസ് തരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മുങ്ങണം, എന്നിട്ട് ചെന്നൈയിൽ ഇതുപോലൊരു വീടുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഈ തട്ടിപ്പ് വീണ്ടും ആരംഭിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സന്തോഷിച്ച് ചിരിക്കുവാണ്. ഇവരുടെ തട്ടിപ്പ് മനസ്സിലാവാതെ ശ്രുതിയും സ്വപ്നം കണ്ട് നടക്കുകയും ചെയ്യുവാണ്. 5 ലക്ഷം രൂപ അമ്പലത്തിൽ വെച്ച് അഡ്വാൻസ് ആയിട്ട് തരണം എന്ന് ഈ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ബാക്കി പിന്നൊരു ദിവസം തന്നാൽ മതി റെഡി ആയിട്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 50 ലക്ഷം വേണം എന്ന് പറഞ്ഞല്ലോ, അതിൽ 5 ലക്ഷം അമ്പലത്തിൽ ദൈവത്തിന് മുമ്പിൽ നിന്ന് തരണം എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുവാണ് ഈ ഓണർ. അങ്ങനെ ശ്രുതി ഈ കാര്യം വന്ന് വീട്ടിൽ വന്ന് പറയുന്നുണ്ട്, അച്ഛാ 5 ലക്ഷം രൂപ അഡ്വാൻസ് നാളെ അമ്പലത്തിൽ വെച്ച് കൊടുക്കണം, 2 ദിവസം എല്ലാവരോടും വന്ന് അവിടെ താമസിച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണമല്ലോ എന്ന് പറയുമ്പോൾ സച്ചിയൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെന്താടാ, വീട് ആരെങ്കിലും താമസിച്ച് നോക്കിയിട്ടൊക്കെ മേടിക്കാൻ പറയാറുണ്ടോ? ഇതൊക്കെ എനിക്കെന്തോ പുതിയതായിട്ട് തോന്നുന്നല്ലോ, നീ നല്ലോണം ചെക്ക് ചെയ്തോ, ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ അയാൾ വളരെ മാന്യനാണ്, ഞാൻ എല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്, കാരണം ഒന്നും എടുത്തുചാടി ചെയ്ത് അബദ്ധത്തിൽ പോയി പെടരുതല്ലോ, അയാൾ നമ്മളോട് താമസിച്ച് നോക്കിയിട്ട് കംഫോർട്ടാണോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുമാത്രമല്ല 2 ദിവസം ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാനും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. പിന്നെ പറയുന്നുണ്ട്, ഈ 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയൊക്കെ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചിയൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എടാ, ഇതിലെന്തോ കള്ളത്തരമുണ്ട്, കാരണം 5 കോടി രൂപയുടെ വീട് അതിലും കൂടിയ ഉയർന്ന വിലക്കല്ലേ എല്ലാവരും വിൽക്കാൻ നോക്കത്തുള്ളൂ, ഇയാളെന്താ 3 കോടി രൂപയ്ക്ക് വിൽക്കുന്നത്, ഇനി അവിടെ വല്ല പ്രേതബാധയുണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവിടെ ഒരു ബാധയില്ല, നമ്മളെല്ലാവരും 2 ദിവസം അവിടെ പോയി താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിക്കുവാണ് ശ്രുതി. അങ്ങനെ പിറ്റേ ദിവസം ഓണർക്ക് കൊണ്ടുപോയി കാശ് കൊടുക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് പോവാണ്. അങ്ങനെ 5 ലക്ഷം അമ്പലത്തിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കി കാശ് തരുമ്പോഴേക്കും വീടിൻ്റെ താക്കോല് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഓണർ ശ്രുതിക്ക് ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുത്ത് പിരിയുവാണ്. അങ്ങനെ 5 ലക്ഷം അവർ കൈക്കലാക്കി. ഇനി ബാക്കി പൈസ ലോണൊക്കെ റെഡിയാക്കിയിട്ട് എളുപ്പം തരണം എന്നും ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി 30 ലക്ഷമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഈ ശ്രുതി എല്ലാവരുടെ അടുത്തും ബാഗൊക്കെ റെഡിയാക്കി 2 ദിവസം നമുക്ക് ആ ബംഗ്ലാവിൽ പോയി നിൽക്കാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ബംഗ്ലാവിലോട്ട് പോവാണ്. പിറ്റേ ദിവസം ചന്ദ്രക്ക് വീട് കാണുന്നതും കണ്ണ് തള്ളിപ്പോവാണ്. ഈശ്വര, എന്ത് വലിയ വീടാണ് എൻ്റെ ശ്രുതിമോ മേടിച്ചിരിക്കുന്നത്, എല്ലാം എൻ്റെ ശ്രുതിയുടെ രാജയോഗം, എല്ലാം ശ്രുതി വന്ന് കയറിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് 2 പേരെയും പുകഴ്ത്തുന്നുണ്ട്. ചന്ദ്ര വീട് മൊത്തം ഓടി നടന്ന് കാണുവാണ്. അപ്പോൾ സച്ചിയും രേവതിയും എത്തിയിട്ടുണ്ടാവൂലേ ഈ ടൈമിൽ. ഇവർ
ഫാമിലി മാത്രമാണ്, അതായത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് മൊത്തം എത്തി. സച്ചി രേവതിയും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ ഓണർ ബാക്കി കാശൊക്കെ റെഡിയല്ലേ സുധി, അഗ്രിമെൻ്റ് ഒക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റിൽ സൈൻ ഇട്ടൊക്കെ മേടിക്കുന്നുണ്ട്. ഇയാളും ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പേപ്പേഴ്സൊക്കെ റെഡിയാക്കി പൈസയും സുധി കൊടുത്തു കഴിയുമ്പോഴേക്കും വീടിൻ്റെ താക്കോല് സുധിയും ശ്രുതിയെയും ഏൽപ്പിച്ചിട്ട് ഇവർ അവിടെ നിന്ന് എളുപ്പം രക്ഷപ്പെടുവാണ്. കാരണം ഇവർക്ക് സംശയം എന്തെങ്കിലും തോന്നുന്നതിന് മുമ്പ് പോകണമല്ലോ. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റിന് സമയമായി, നമുക്ക് എളുപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് ഈ താക്കോൽ ഏൽപ്പിച്ചിട്ട് ഇവർ എളുപ്പം കാറിൽ കയറി പോകുവാണ് കേട്ടോ. ഇവർ പോകുന്ന ടൈമിലാണ് സച്ചിയും രേവതിയും വരുന്നത്. സച്ചിയും രേവതിയുടെയും വണ്ടി ഇവരുടെ വണ്ടിയായിട്ട് ഇടിക്കാൻ പോകുമ്പോഴേക്കും അവിടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സുധി പറയും, എടാ സച്ചി, അത് ഈ ബംഗ്ലാവിൻ്റെ ഓണറാ, അവരോടൊന്നും മര്യാദയില്ലാതെ പെരുമാറലെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സോറിയൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, എടാ സുധി, ഇത്രയും വലിയ വീടിൻ്റെ ഓണർ എന്തിനാടാ വാടകക്കാറിൽ പോകുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ സുധി പറയും, വാടകക്കാറോ? അത് വാടകക്കാറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? യെല്ലോ ബോർഡ് കണ്ടില്ലേ, അത് വാടകക്കാറാണ്. ഞാൻ കാർ ഓടിക്കുന്ന ഒരാളല്ലേ, എനിക്കറിയാം ഒറിജിനൽ കാർ ഏതാ, വാടകക്കെടുത്തോടുന്ന കാർ ഏതാന്നൊക്കെ. സച്ചി പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലേ, ഇവൻ വെറുതെ ഓരോന്നൊക്കെ പറയുന്നതാ, ഇവന് കുശുമ്പാണെന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ ഒതുക്കി നിർത്തുവാണ്. കാരണം സച്ചിക്ക് അയാളുടെ പെരുമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായി ഇയാൾ ഈ ബംഗ്ലാവിൻ്റെ ഓണറൊന്നുമല്ല, എന്തോ തട്ടിപ്പുണ്ടെന്ന്. പക്ഷേ ശ്രുതിയുടെയും ചന്ദ്രയുടെയും സന്തോഷത്തിൻ്റെ മുമ്പിൽ സച്ചിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ 2 ദിവസം ഇവരവിടെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അങ്ങനെ 2ാമത്തെ ദിവസം രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ ആകുമ്പോഴേക്കും ഒരാൾ ഇവരുടെ ബംഗ്ലാവിലോട്ട് വരുവാണേ. ഇതിനു മുമ്പ് സുധി ബാക്കി പൈസക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ ഷെയറൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ രവീന്ദ്രൻ കൊടുക്കുന്നില്ല. അങ്ങനെ ഷെയർ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട, നിന്റെ വീട് സ്വന്തമാക്കുമ്പോൾ നീ നിന്റെ കാശിന് തന്നെ മേടിച്ചോ എന്നൊക്കെ പറയുവാണ്. ഷെയറിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം, ഇപ്പം ലോൺ എടുത്ത് മേടിക്കാനല്ലേ നീ നിന്നത്, അതുപോലെ തന്നെ ആവട്ടെ, ഈ വീട് ഇപ്പോൾ ഷെയർ ഇടൂല എന്നൊക്കെ രവീന്ദ്രൻ ഉറപ്പിച്ച് തന്നെ പറയുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ വീട്ടിൽ താമസിക്കാനൊക്കെ വരുന്നത്. അങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരാൾ വീട്ടിലോട്ട്, ഈ ബംഗ്ലാവിലോട്ട് കയറി വരുവാണ്. അയാൾ വന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, താൻ ആരാ, ഇത് ഞങ്ങളുടെ വീടാന്ന് പറയുവാണ്. അപ്പോൾ ഇയാൾ ചോദിക്കും, നിങ്ങളുടെ വീടോ, അപ്പോൾ പിന്നെ എൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കുവാണ്. അപ്പോൾ സുധിയും ശ്രുതിയും പറയും, ഇയാൾക്ക് എന്താ വട്ടാണോ എൻ്റെ വീട് എവിടെയെന്നൊക്കെ ചോദിക്കാൻ, എടോ ഇതിപ്പോൾ ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ ഈ വീട് ബംഗ്ലാവ് മേടിച്ചിരിക്കുവാന്ന് പറയുമ്പോഴേക്കും ഇയാൾ ചോദിക്കും, ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്ന് പറയുമ്പോഴേക്കും സുധി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇയാൾ പറയും, എടോ അത് ഈ വീടിൻ്റെ ഓണറൊന്നും അല്ല, ഇവിടെ വാടകക്ക് താമസിച്ചിരുന്ന ഒരാളാ, ഞാനാ അവർക്ക് വാടകക്ക് കൊടുത്തത്, ഇതെൻ്റെ ബംഗ്ലാവാണ്, അയാൾ നിങ്ങളെ പറ്റിച്ചതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര ഷോക്കാവുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി ഫോൺ എടുത്ത് ഇയാളെ വിളിക്കുമ്പോഴേക്കും അയാളെ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഈ ഓണർ, ശരിക്കുള്ള ഓണർ പറയുന്നുണ്ട്, എങ്ങനെ കിട്ടും അയാളെ, അയാളൊരു ഫ്രോഡാ, എനിക്ക് 2 മാസമായി വാടക തന്നെ തന്നിട്ട്, അയാളുടെ ഈ വീട്ടിൽ പുതിയ ആൾക്കാർ വന്ന് താമസമാക്കിയെന്ന് അയൽവാസികളൊക്കെ പറഞ്ഞായിരുന്നു, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, നിങ്ങൾ നല്ലോണം പറ്റിക്കപ്പെട്ടു, നിങ്ങളെ നല്ലോണം അയാൾ പറ്റിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയെന്നൊക്കെ ഈ ഓണർ പറയുമ്പോഴേക്കും ചന്ദ്ര നെഞ്ചത്ത് കൈവച്ച് കരയുവാണ്. ശ്രുതിയുടെ ബോധമൊക്കെ പോവാണ്. വർഷയൊക്കെ കൊണ്ടുവന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് പിന്നെയും എഴുന്നേപ്പിച്ചിരുത്തുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇയാൾ പറയും, ദേ ഞാൻ ഇപ്പം തന്നെ പറയുക, നിങ്ങൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങിക്കോ, ഇത് എൻ്റെ വീടാണ്, ഞാൻ എളുപ്പം കാലിയാക്കിയിട്ട് എനിക്ക് വീട് ലോക്ക് ചെയ്തിട്ട് പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രനൊക്കെ അപേക്ഷിക്കുന്നുണ്ട്, സാർ ഞങ്ങളുടെ 30 ലക്ഷം രൂപയാണ് സാർ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്, ആ പൈസക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, ആ പൈസ വെറുതെ കിട്ടുന്ന പൈസ എന്നല്ലോ, എത്ര കഷ്ടപ്പെട്ടാലും 30 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് സാർ, അതിനൊരു വഴി എന്തെങ്കിലും കാണിച്ചതാന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, ഞാൻ എന്ത് വഴി കാണിച്ചു തരാനാ, നിങ്ങളുടെ മകൻ ഒരു മണ്ടനായി പോയി സാർ, അയാൾ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, എടോ ഇതൊക്കെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ, അല്ലാതെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോൾ ഫേക്ക് ആയിട്ട് എന്തോരം ഉണ്ടാക്കാൻ പറ്റും, താനൊരു പഠിച്ച വ്യക്തിയല്ലേ, ഇത്രയൊക്കെ മണ്ടനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധിയെ എല്ലാവരുടെ മുമ്പിലോട്ടും അപമാനിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ ഞങ്ങളുടെ 30 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പോയില്ലെങ്കിൽ വേണ്ട, ഞാൻ പോലീസിനെ വിളിച്ച് ഇവിടെ നിന്ന് ഇറക്കിക്കുമെന്ന് പറഞ്ഞിട്ട് പോലീസിനെയൊക്കെ വിളിക്കുവാണ്. പോലീസ് വരുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇയാൾ ഈ വീടിൻ്റെ അവകാശിയാണ്, അയാൾ പറഞ്ഞാൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിക്കൊടുത്തേ പറ്റുള്ളൂ, ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുവാണ്. രവീന്ദ്രൻ പറയും, സാർ ഒരു 10 മിനിറ്റ് സമയം തന്നെ, ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വിഷമത്തോടെ ആ ബംഗ്ലാവിൽ നിന്നും ഇറങ്ങുവാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. നമ്മുടെ സുധി അങ്ങനെ വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്, ലക്ഷങ്ങളിലാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രയുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നം കണ്ടതാണ് ചന്ദ്രയും സുധിയും ശ്രുതിയും എല്ലാം വെറുതെ ആയി പോയി. അപ്പോൾ ഇതൊക്കെ കാണേണ്ട എപ്പിസോഡ് തന്നെയാണ്. അടുത്ത ആഴ്ചയിലെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.